സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആത്മാവേ പരന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ വൃത്തി ഇന്നു നീ നിറയ്ക്കണേ. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന റോമർ 7 പറയുന്നൊരു വാക്കുണ്ട്. തൻ്റെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിൽ ജീവിക്കുന്ന ആത്മീയ മനുഷ്യൻ, യേശുക്രിസ്തു ശരീരത്തിൽ ജീവിച്ച ആത്മീയ മനുഷ്യനായിരുന്നു. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ട് ഈ ഭൂമിയിൽ യേശുക്രിസ്തു ജീവിച്ചു. ഒരു ക്രിസ്ത്യാനിയായി നാം ജീവിക്കുമ്പോൾ നമ്മളും അങ്ങനെ ആകാൻ വേണ്ടിയുള്ള ഒരു വലിയ സമരത്തിലാണ്. നമ്മൾ സമരസഭ എന്നറിയപ്പെടുന്നത്. സാത്താനും പാപത്തിനെതിരെ നിരന്തരം നമ്മൾ സമരം ചെയ്യാണ്. നമ്മുടെ ഈ ശരീരം പാപത്തിന് അടിമയല്ല. റോമർ 7 പൗലോസ് പറയുന്ന കാര്യമുണ്ടല്ലോ, ഇച്ഛിക്കുന്ന 7:19 ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രയും. ഇപ്പം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, നമ്മൾ ആത്മീയരായി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മളിപ്പോഴും ജഡികർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലാണ്. ശരീരത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയും നമ്മളെ ഇന്നും സ്വാധീനിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന മാമോദീസായിലൂടെ നമുക്ക് ദൈവം നൽകിയ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ? റോമർ 8 പൗലോസ് അപ്പോസ്തലൻ 26 ഇങ്ങനെ പറയുന്നുണ്ട്, വേണ്ടും വണ്ണം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഞാനിത് പലപ്പോഴും മനസ്സിലാക്കുന്നത്, നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ ഭാഷാപരവുമായിട്ട് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ടങ്സുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാറുണ്ട്. നമുക്ക് പല രീതിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകൾ നമുക്ക് കാണാതെ അറിയാം. നമ്മൾ പുസ്തകത്തിൽ നിന്നൊക്കെ വായിക്കുന്നുണ്ട് ചില പ്രാർത്ഥനകളൊക്കെ. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥന വരുമ്പോഴാണ് അതിന് ശക്തിയുള്ളത്. പൗലോസ് പറയുന്നുണ്ട് റോമർ 10 വചനം നിനക്ക് സമീപസ്ഥമാണ്. റോമർ 10 അധ്യായം 8 വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. അപ്പോൾ ഹൃദയത്തിൽ നിന്നും അധരത്തിലേക്ക് വരുന്നത്, അധരത്തിലൂടെ പുറത്തേക്ക് പുറപ്പെടുന്നതാണ് ജീവനുള്ള വചനം, ശക്തിയുള്ള വചനം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവ് സംസാരിക്കുന്നതാണ്. ദൈവം ആത്മാവാണ്. നമ്മുടെ ആത്മാവ് സംസാരിക്കുമ്പോഴാണ് അതിന് ശക്തിയുള്ള വചനമായി മാറുന്നത്. നമുക്ക് വേണമെങ്കിൽ വെറും മനുഷ്യരുടെ രീതി സംസാരിക്കാം, പക്ഷേ നമ്മുടെ ആത്മാവ് സംസാരിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ആത്മാവിലൂടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ ഏറ്റെടുത്തിട്ട് നയിക്കുന്ന ഒരു മേഖലയുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അത് ആത്മീയതയുടെ ഒരു ഉന്നത തലമെന്ന് ഞാൻ പറയും. അവിടേക്ക് നമ്മൾ വളരാനായിട്ടാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതാണ് ചില സമയത്ത് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കറിയത്തില്ല. ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളുമായി മനസ്സ് നമ്മളെ അനുവദിക്കുന്നില്ല പ്രാർത്ഥിക്കാൻ. ശരീരം മടുത്തിരിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അവിടെ ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവസ്ഥകളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവ്, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്, എൻ്റെ ആത്മാവ് ദൈവാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് യഥാർത്ഥത്തിൽ ഈശോ പറഞ്ഞത്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ അന്വേഷിക്കുന്നവരെയാണ് എൻ്റെ പിതാവ് വിളിക്കുന്നവരെയാണ് എൻ്റെ പിതാവ് അന്വേഷിക്കുന്നത്. നമ്മുടെ ആത്മാവാണ് ദൈവത്തിൻ്റെ ദാനം. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവാണ് ദൈവത്തിന് സ്വന്തമായിട്ടുള്ളത്. ഈ ശരീരവും ദൈവം സൃഷ്ടിച്ചതാണ്. പക്ഷേ ഈ ശരീരവും ഈ മനസ്സുമൊക്കെ നമ്മുടെ അപ്പനും അമ്മയിൽ നിന്നും നമ്മൾ സ്വന്തമാക്കിയതാണ്. അതായത് കഴിഞ്ഞ തലമുറയിലൂടെ പാപത്തിൻ്റെ കൈമാറ്റത്തിലൂടെ പാപം കൈമാറി ഇന്ന് എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും പാപം എന്നെ സ്വാധീനിക്കുമ്പോൾ, അതാണ് റോമർ 7 പൗലോസ് പറഞ്ഞു, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്കുള്ള ലേഖനം എഴുതുമ്പോഴും പറയുകയാണ്, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ടാണ് പറഞ്ഞത്,
ഞാൻ ഇച്ഛിക്കാത്തതാണ് പ്രവർത്തിക്കുന്നത്, അത് ചെയ്യുന്നത് ഞാനല്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ തിന്മയുടെ സ്വാധീനം, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോഴും നമ്മളുടെ ജീവിതത്തിലെ തിന്മയുടെ സ്വാധീനം കടന്നു വന്നുകൊണ്ട് നമ്മളും പരീക്ഷിക്കപ്പെടും. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ യേശു ജോർദാൻ നദിയിൽ നിന്നും മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ടെന്നാണ് വചനം പറയുക. അപ്പം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കിന്നും പരീക്ഷണങ്ങളുണ്ടാകും, പ്രലോഭനങ്ങളുണ്ടാകും, പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ടാകും. നമ്മൾ ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ടവരാണ്. യേശുവിൻ്റെ ആത്മാവിനാൽ കാൽവരി കുരിശിൽ നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷേ ഇന്നും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. നന്മയും തിന്മയും ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. പ്രഭാഷകൻ 15:15 നിയമാവർത്തനം 30:15 ഒക്കെ പലപ്പോഴും നമ്മൾ ചിന്തിച്ച വചനമാണ്. നമുക്ക് സ്വാതന്ത്ര്യം ദൈവം നൽകി. നമ്മളെ യേശു 2000 വർഷം മുമ്പ് നമ്മളെ രക്ഷിച്ചു. നമ്മൾ യേശുവിനാൽ രക്ഷിക്കപ്പെട്ടവരാണ് സകല മനുഷ്യരും. യേശുവിനെ നമ്മൾ സ്വന്തമാക്കുന്നത് വരെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും അവനെ നമ്മൾ ആത്മാവായി സ്വീകരിച്ച് അവൻ്റെ ആത്മീയമായ ഹിതത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നത് വരെയും നമ്മൾ അല്ലെങ്കിൽ ജഡത്താൽ നയിക്കപ്പെടുന്നവരായിട്ട് വീണ്ടും പോകാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ ഇന്ന് ആഗോള സഭയിലെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു മേഖല, അതായത് നമ്മളിലുള്ള ജഡീക മനുഷ്യനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്നുകൊണ്ട് നമുക്ക് ഈ ശരീരത്തിൻ്റെ പ്രവണതകളെ അതിജീവിക്കാം. റോമർ 8 വീണ്ടും പൗലോസ് പറഞ്ഞ സംഭവമുണ്ട്. നിങ്ങൾ ആത്മാവിനാൽ ജഡത്തെ നിഹനിക്കുന്നെങ്കിൽ, ആത്മാവിൻ്റെ പ്രവൃത്തി കൊണ്ട് ശരീരത്തിൻ്റെ പ്രവൃത്തിയെ കൊല്ലുന്നെങ്കിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. ജഡിക പ്രവണത അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. വീണ്ടും പറയണം, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ, നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും, എത്ര വലിയ പാപിയാണെങ്കിലും അനുതാപത്തോടെ ക്രിസ്തുവിന് മുമ്പിലേക്ക് ജീവിതം അടിയറ വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ നയിക്കാൻ നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ, സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ക്രിസ്തുവിൻ്റെ നീതി നിമിത്തം, നമ്മുടെ ആരുടെയും പ്രവൃത്തി കൊണ്ടല്ല, ക്രിസ്തു കാൽവരിയിൽ നമുക്കായി ബലിയായി തീർന്നതിൻ്റെ യോഗ്യതയാൽ നിങ്ങളുടെ ആത്മാവ് ക്രിസ്തുവിൻ്റെ നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ ഈ ആത്മാവാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കട്ടെ എന്ന്. അവനിപ്പോൾ കുരിശിലല്ല, അവനിപ്പോൾ കല്ലറയിലില്ല, അവനിപ്പോൾ ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നവനാണ്. ആത്മാവിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് എല്ലാ അധികാരത്തോടും കൂടി ആരോഹണം ചെയ്ത് കടന്നുപോയവൻ ഈ ഭൂമിയിൽ തിരുസഭ സ്ഥാപിച്ചിട്ട് തിരുസഭയിൽ നിന്ന് പ്രവർത്തിക്കുന്നവനാണ്. 2000 വർഷം മുമ്പ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തിട്ട് മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ നടന്ന അതേ കർത്താവ് ഇന്ന് തിരുസഭയിൽ ആത്മീയ രൂപത്തിൽ അദൃശ്യനായി പ്രവർത്തിക്കുന്ന ഉത്ഥാനം ചെയ്ത കർത്താവാണ്. എല്ലാ അധികാരവുമുള്ള കർത്താവാണ്. ഈ ഒരു അറിവ്, ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ തിന്മയെ ജയിക്കാൻ സാധിക്കും. ഈ ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ ക്രിസ്തു ഇന്നും ഭൂമിയിൽ ജീവനോടെ ആത്മാവായി പ്രവർത്തിക്കുന്നതാണ്. ഈശോ പറഞ്ഞത്, എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പല കാര്യങ്ങളും നമ്മൾ കർത്താവ് പ്രവർത്തിച്ചെന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഭൂമിയിൽ കൂദാശിയായി മാറിയവൻ ഈ ഭൂമിയിൽ ഇന്നും ഒരു വ്യക്തിയായ ആത്മീയ ശരീരത്തിൽ പ്രവർത്തിക്കുന്നവനാണ്. ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കും. എല്ലാ അധികാരവുമുള്ളവനാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ പരിശുദ്ധാത്മാ സഭയിലൂടെ ഈ ചിന്തകൾ നമുക്ക് തരുമ്പോൾ ഇന്ന് ഒന്നാമത്തെ വിശുദ്ധ കുർബാനയിലെ ആഗോള ഒന്നാമത്തെ വായന ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 16 തൊട്ടാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് നീ എന്നെ പ്രിയതമൻ എന്ന് വിളിക്കും, എൻ്റെ ബാൽ എന്ന് നീ വിളിക്കില്ല. എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്കറിയാം അല്ലേ, ബാൽ ദേവന്മാരെയൊക്കെ ഉണ്ടാക്കി ആരാധിച്ചിരുന്ന ഒരു കാലത്തെക്കുറിച്ച് ജസബൽ രാജ്ഞിയും ആഹാബ് രാജാവിൻ്റെ കാലത്ത് ഇസ്രായേലിൻ്റെ ദൈവത്തെ മറന്ന്
വിഗ്രഹങ്ങളെയൊക്കെ ഉണ്ടാക്കി, ബാൽ ദേവന്മാരെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറയാണ്, അന്ന് നീയാണ് എൻ്റെ എല്ലാം, ഇസ്രായേലിൻ്റെ ദൈവമേ നീയാണ് എൻ്റെ എല്ലാം എന്ന് പറയുന്ന ഒരവസ്ഥ. സംഗീതം 145 പ്രതിപദ സങ്കീർത്തനം അതാണ് ഓർപ്പിച്ചത്. എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും, അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും, അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യർഹനുമാണ് എന്ന് പറയാൻ മറ്റേത് മറ്റാരേക്കാളിലും യേശുക്രിസ്തു ത്രിത്വിക ദൈവം സ്തുത്യർഹനാണ്. അവിടുത്തെ മഹത്വം ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികളെ പ്രകീർത്തിക്കും, അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെ പ്രഘോഷിക്കും. അവിടുത്തെ പ്രതാപത്തിൻ്റെ മഹത്വപൂർണമായ തേജസ്സിനെ പറ്റിയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പറ്റിയും ഞാൻ ധ്യാനിക്കും. അങ്ങയുടെ ഭീതിജനകമായ പ്രവൃത്തികളുടെ ശക്തിയെപ്പറ്റിയും മനുഷ്യർ പ്രഘോഷിക്കും. നമ്മൾ ചിന്തിച്ചു, വചനം മറ്റുള്ളവരോട് പറയണം. നമ്മൾ ദൈവത്തിൻ്റെ കരുണയും സ്നേഹത്തെയും കുറിച്ച് ഞാൻ പാടുമെന്ന് 145 സങ്കീർത്തനം 8-ാമത്തെ വചനം പറയുന്നുണ്ട്. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ്വ സൃഷ്ടിയുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ വന്ന് എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ ഇതാണ്, അന്ന് നീ എന്നെ പ്രിയതമൻ എന്ന് വിളിക്കും, എൻ്റെ ബാൽ എന്ന് നീ മേൽ വിളിക്കുകയില്ല. പണ്ട് ബാൽദേവന്മാരുടെ മുമ്പിൽ തലകുമ്പിട്ടാൽ ലോകത്തിലെ പണവും പ്രതാപവും സൗന്ദര്യവും ജഡികതയും ഒക്കെ നമ്മൾ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് പോയ ഒരു കാലഘട്ടം. പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യരായി ജീവിക്കുമ്പോൾ നമ്മളിന്നും ജഡത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ജഡികമായ മേഖലകൾ നമ്മളെ സ്വാധീനിക്കുമ്പോൾ നമ്മൾ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്വീകരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ചാണ്. ബാൽ ദേവന്മാരുടെ പേരുകൾ അവളുടെ ജെറുസലേമിനെ അവൾ എന്ന് വിളിക്കുകയാണ് ഇസ്രായേലിനെ. അവളുടെ അധരങ്ങളിൽ നിന്ന് ഞാൻ അകറ്റും, മേലിൽ അവരുടെ പേരുകൾ അവൾ ഉച്ചരിക്കുകയില്ല. ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശ പറവകളോടും ഇഴജന്തുക്കളോടും ഞാനൊരു ഉടമ്പടി ചെയ്യും. ഇന്ന് നമ്മളെ കടന്നു പോകുന്ന വലിയൊരു അവസ്ഥയില്ലേ, വന്യമൃഗങ്ങൾ നമ്മളെ അല്ലേ. ആദത്തിന് വന്യമൃഗങ്ങളുടെ മേൽ ദൈവം അധികാരം കൊടുത്തു. എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞ് ആദത്തെ സൃഷ്ടിച്ചിട്ട് ആദത്തോട് ഉൽപ്പത്തികൾ വായിക്കുന്നുണ്ട്, സകല ജീവജാലങ്ങളുടെ മേൽ ആദത്തിന് അധികാരം കൊടുത്തു. സകല ജീവജാലങ്ങളെയും ദൈവം ആദത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ആദം അവയെ പേരിയൊല്ലി വിളിച്ചു എന്ന് പറയുമ്പോൾ, നമ്മൾ പേരിടുന്നതിന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും, നമ്മളെ ആക്രമിക്കുകയില്ല, ഉപദ്രവിക്കുകയില്ല. ദൈവം നമ്മുടെ ആത്മാവിൽ ഇന്ന് നമ്മൾ ഒന്ന് യഥാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ അല്ലെ, നമ്മൾ പറയുന്ന പല കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്ന് നമുക്ക് ജീവിതം സുരക്ഷിതമല്ല. കാരണം വന്യമൃഗങ്ങളാണ് ഭരിക്കുന്നത്. മനുഷ്യന് ദൈവം അധികാരം കൊടുത്തുകൊണ്ട് വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനും പരിപാലിക്കാനും ആദത്തിന് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം ഇന്ന് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അല്ല, ഇതിന് പല കാര്യങ്ങൾ നമ്മൾ പറയാം. പക്ഷേ നമ്മൾ യഥാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ ആദത്തിൻ്റെ അധികാരം ഇന്ന് നമുക്കില്ല എന്നുള്ളതാണ്. യേശുക്രിസ്തു 2-ാം ആദം എന്ന് നമ്മൾ പറയാറുണ്ട്. ആദം പാപം ചെയ്തപ്പോൾ ആദത്തിന് പാപം ചെയ്യാൻ ഒരു ജീവിയായ പാമ്പ് തന്നെയാണ്, പാമ്പിൻ്റെ വേഷത്തിലാണ് സാത്താൻ ആദത്തെ വഞ്ചിച്ചത്. പക്ഷേ ആദ്യ ആദം പാപം ചെയ്തെങ്കിൽ 2-ാം ആദമായ ക്രിസ്തു തിന്മയോട് പോരാടി ജയിക്കുകയാണ്. പുരാതന സർപ്പത്തോട് പോരാടി ജയിക്കുന്ന യേശു കാൽവരിയിൽ ആദ്യം ഓർപ്പിച്ച പ്രാർത്ഥനയുടെ ആരംഭത്തിൽ നമ്മൾ ആ ഒരു അറിവാണ്. അതായത് നമ്മുടെ വിശ്വാസം യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് കാൽവരിയിൽ നമ്മളുടെ മേൽ സ്വാധീനം ചെലുന്ന സകല ജഡികതയെയും പൈശാശക്തികളെയും ദുരാത്മാക്കളെയും യേശു കാൽവരിയിൽ പരാജയപ്പെടുത്തി. അവൻ തന്നെ ആത്മാവായി നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ യേശു പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവേ, എൻ്റെ പ്രിയതമാം, എൻ്റെ കർത്താവേ എന്ന് നീ വിളിക്കാൻ സാധിക്കില്ല. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തെ അബ്ബാ, ഒരു കുഞ്ഞ് അപ്പനെ അപ്പ എന്ന് വിളിക്കുന്നത് പോലെ ദൈവത്തെ എൻ്റെ അബ്ബാ എന്ന് വിളിക്കാൻ നമ്മളിലുള്ള പരിശുദ്ധാത്മാവാണ്, യേശുവിൻ്റെ ആത്മാവാണ് നമ്മളെ അതിന് സഹായിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഇന്ന് നമുക്ക്
നമ്മളെ ഇന്ന് വന്യമൃഗങ്ങൾ, ജനങ്ങൾ പറയുന്നത്, ഞാൻ ആ രീതിയിൽ വേറെ രീതിയിൽ ചിന്തിക്കരുത്, ആത്മീയമായിട്ട് മാത്രമാണ് ഇത് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. ആദത്തിന് ദൈവം കൊടുത്ത അധികാരം ഇന്ന് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞു, രണ്ടാം ആദമായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ തന്നെ ഭൂമിയിൽ വന്ന് യേശു സാത്താന്റെ മേലല്ല അധികാരമുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, യേശു പിശാചിനെ ബഹിഷ്കരിക്കുന്നുണ്ട്, രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നുണ്ട്, അതിനെ തൻ്റെ അധികാരത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അല്ലേ? എല്ലാത്തിനും അധികാരമുള്ള കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. ആ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ട അസീസി പുണ്യവാളന്റെ മുമ്പിൽ ചെന്നായ്ക്കളൊക്കെ വന്ന് ശാന്തമായിട്ടിരിക്കുമായിരുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളപ്പോൾ നമ്മൾ ജഡികരല്ല, നമ്മൾ വെറും എന്ന് പറയുമ്പോൾ മൃഗങ്ങൾ പോലും നമ്മളെ ഓടിച്ചിട്ട് കൊല്ലുന്ന, മൃഗങ്ങൾ പോലും നമ്മളെ പേടിപ്പെടുത്തുന്ന ആ ഒരവസ്ഥ ഇന്ന് എന്താണ്? എന്നേക്കും കർത്താവ് പറയാണ്, ആ നാളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും, ഹോസിയ 2:18, ആ നാടുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോട്, ആകാശ പറവകളോട്, ഇഴജന്തുക്കളോട് ഞാനൊരു ഉടമ്പടി ചെയ്യും എന്ന് പറയുമ്പോൾ അധികാരം ദൈവം കൽപ്പിച്ച, ഇന്നലെയൊക്കെ ചിന്തിച്ച് നമ്മൾ, വന്യമൃഗങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുമ്പോൾ അത് അതുപോലെ പ്രവർത്തിക്കും. ദൈവവചനം നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറയും അതിനെ നിയന്ത്രിക്കുവാനായി ദൈവവചനം ഭൂമിയിൽ ഇല്ലാതെ വരുന്നത് കൊണ്ട് എന്ന് പറയുമ്പോൾ മനുഷ്യന് ദൈവം കൊടുത്ത അധികാരം നഷ്ടപ്പെടുമ്പോൾ ദൈവം വീണ്ടും പറയാണ്, ഞാൻ വീണ്ടും ഒരു ഉടമ്പടി ചെയ്യും, വീണ്ടും എല്ലാം നേരെയാക്കും. ഈശോ പറഞ്ഞില്ലേ, കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് മരിക്കുന്ന ഈശോ, എല്ലാം പൂർത്തിയായി പിതാവേ. ഇതെല്ലാം പൂർത്തിയാക്കിയ കർത്താവാണ്. ഇപ്പം നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഓർക്കുക, ക്രിസ്ത്യാനിയായിട്ട് അല്ലെങ്കിൽ അല്ലാതെ ജീവിക്കാൻ പല രീതിയിൽ പാപത്തിന് ജഡികതയാൽ അടിമത്തത്തിൽ വഞ്ചനയും എന്തെല്ലാം കാര്യങ്ങളാണ് ലോകത്ത് നടക്കുക. ഒരു നല്ല മനുഷ്യനായി ജീവിക്കുവാനായിട്ട്, അധികാരത്തിന് ഭയപ്പെടാതെ ജീവിക്കുവാനായിട്ട് യെശയ്യാ 43:5, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അവിടെയാണ് നമുക്ക് എല്ലാത്തിനെയും ജയിക്കുവാനുള്ള എന്ന് പറയുമ്പോൾ യേശു കാണിച്ചു തന്നത്. യേശുവിൻ്റെ ഉള്ളിൽ അന്നത്തെ റോമൻ സാമ്രാജ്യത്തെ കിടുകിട വിറപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആത്മാവ്. കർത്താവ് ഭൂമിയിൽ വന്നത് റോമൻ സാമ്രാജ്യത്തെ തകർക്കാൻ വേണ്ടിയല്ല. കാരണം കർത്താവ് വന്നത് പാപത്തിൻ്റെ സാമ്രാജ്യത്തെ തകർക്കാൻ വേണ്ടിയാണ്. അതാണ് കർത്താവ് ചെയ്തത്. ഇപ്പം നമ്മൾ അറിയേണ്ടത്, ഈ ഭൂമിയിൽ നമ്മൾ ഇന്ന് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ദൈവം യേശു ക്രിസ്തുവോട് ചെയ്ത ഉടമ്പടി, അതായത് തിന്മയെ ജയിക്കുവാനുള്ള, ഈ ലോകത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള ഒരു എഗ്രിമെൻ്റാണ് യേശു കാൽവരി കുരിശിൽ തൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകാനായി നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കാൻ കുരിശിൽ സഹിച്ച് നമുക്ക് വേണ്ടി ഒരു ഉടമ്പടി ചെയ്തവിടെ. വില്ലും വാളും യുദ്ധവും, ഇത് വേറൊരു കാര്യമാണ്. സാത്താൻ മനുഷ്യ ഹൃദയങ്ങളെ സ്നേഹത്തെ ഇല്ലാതാക്കി പരസ്പരം രാജ്യത്തിനെതിരായും ജനത്തിനെതിരായും ജാതികൾക്ക് മതത്തിനെതിരായി നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ആരുടെ ഉള്ളിലാണ് ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളത്, അവിടെയാണ് സമാധാനം. യേശു ഉത്ഥാനം ചെയ്ത കർത്താവ് പറഞ്ഞത്, മരിച്ചുയർത്ത കർത്താവ് പറഞ്ഞത് വേറൊന്നുമല്ല, ശിഷ്യന്മാരെ കാണുമ്പോഴൊക്കെ സമാധാനം നിങ്ങളോടുകൂടെ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. വ്യക്തമായി ഈശോ പറയാണ്, ലോകത്തിൽ പണമുണ്ടെങ്കിൽ, അധികാരമുണ്ടെങ്കിൽ, പ്രതാപമുണ്ടെങ്കിൽ സമാധാനം ഉണ്ടെന്ന് നമ്മൾ കരുതിയില്ല. അത് യഥാർത്ഥമല്ല, ഒരു തോന്നൽ മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിൽ ദൈവത്തെ നമ്മൾ ഹൃദയം തുറന്ന് പിതാവേ എൻ്റെ പ്രിയതമ എന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ആത്മീയതയിൽ ദൈവമായുള്ള ആത്മീയ ബന്ധം, എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും, അല്ലേ? സഭയുമായി, ക്രിസ്തു സഭയുമായുള്ള ബന്ധം എന്നൊക്കെ പൗലോസ് പറഞ്ഞ പോലെ ഒരു മണവാട്ടിയെ പോലെ സഭയെ കർത്താവ് പരിഗ്രഹിച്ചിരിക്കുന്നു, അവളെ പരിപാലിക്കുന്നു, കറയോ ചുളിവോ ഇല്ലാതെ വെണ്മവസ്ത്രം ധരിപ്പിക്കുന്നു എന്നൊക്കെ ഈശോ പൗലോസ് പറയുമ്പോൾ ഇതാണ്, ഞാൻ നിന്നെ ഞാൻ നിന്നെ സഭയോട് പറയാണ്, മണവാളൻ മണവാട്ടിയെ കല്യാണം കഴിക്കുന്ന പോലെ ആത്മീയ മേഖലയാണ്. ഇത് ജഡികമായിട്ടല്ല ചിന്തിക്കേണ്ടത്. കർത്താവ് നമ്മളെ ഇതാണ്, ഞാൻ നിന്നെ പ്രിയതമ എന്ന് വിളിക്കും. നമ്മുടെ ആത്മാവ് ദൈവാത്മാവിനെ ആത്മാവിൽ സ്നേഹിക്കുന്ന ഒരു മേഖലയെക്കുറിച്ചാണ്. നീതിയിലും സത്യത്തിലും, അവിടെയാണ് നീതിയും സത്യവും സ്നേഹവും കാരുണ്യവും നിന്നെ ഞാൻ
ആ കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും. വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. കർത്താവിനെ നീ അറിയും. കർത്താവ് അറിയിച്ചു. ഇത് വലിയൊരു മേഖലയാണ്. നമ്മുടെ ജീവിതത്തിൽ ജഡത്തിലെ ശരീരത്തിൽ ജീവിക്കുമ്പോൾ പോലും ആത്മീയരായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് അപ്പോസ്തലർ 1:8 ഈശോ പറഞ്ഞതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് തിരുസഭയിലായിരിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കണം. പലപ്പോഴും ചിന്തിച്ചാണ് 2 കൊരിന്തോസ് 13:5 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ, പരീക്ഷിച്ചറിയുവിൻ. മറ്റുള്ളവരൊക്കെ നമ്മളെ ആക്രമിക്കാൻ കാരണം എന്താ? നമുക്കൊന്ന് ശക്തിയില്ലാതെ പോയതാണ്. അവിടെയാണ് പൗലോസ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ, പരീക്ഷിച്ചറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. മനുഷ്യരുടെ മുമ്പിലും മൃഗങ്ങളുടെ മുമ്പിലും നമ്മൾ പരാജയപ്പെടും. പ്രപഞ്ചത്തിന് മുമ്പിലും നമ്മൾ പരാജയപ്പെടുമെന്ന് പ്രിയമുള്ളവരെ. ഇതൊരു മേഖലയാണ് ഇവിടെ. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം, വിശ്വാസം, ഇന്ന് ആഗോള സഭയിൽ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ 18 എന്താ, അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി. നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. അപ്പോൾ ഈ ജായിറോസ് നമ്മൾ വേറെടുത്ത് കാണുന്നുണ്ട്, മർക്കോസിലും ലൂക്കായിലും ഒക്കെ. ജായിറോസ് എന്ന പേരുള്ള ഒരു ഭരണാധികാരി വന്ന് യേശുവിൻ്റെ അടുത്ത് വന്ന്, എൻ്റെ മകൾ മരിച്ചു, അല്ല മരണാസന്നയായിരിക്കുന്നു, നീ വന്ന് അവളുടെ മേൽ കൈകൾ വെച്ചാൽ അവൾ ജീവിക്കുമെന്ന് ഈശോ പറയുമ്പോൾ യേശുവും ശിഷ്യന്മാരും അവനോട് ജായിറോസിനോടൊപ്പം പോയി. ഇത് സംഭവമാണ്. പോകുന്ന വഴിക്ക് സംഭവം നടക്കുകയാണ്. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. ഇതെന്താണ് പറയുന്നത്? നമ്മൾ സംഭവിക്കുന്നത് കാരണം ഇയാള് എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഈശോ വളരെ തിടുക്കത്തിൽ ഇയാൾ മുമ്പിൽ ഓടുകയാണ്. എത്രയും വേഗം എൻ്റെ വീട്ടിൽ വന്ന് അധികം താമസിയാതെ നീ വന്ന് അവളെ അപ്പന് യേശുവിനെ കൂട്ടിക്കൊണ്ട് മുമ്പിൽ ഓടുകയാണ്. യേശു പുറകെ വരുന്നുണ്ടല്ലോ. അതിനിടയ്ക്കാണ്, ഈ തിടുക്കത്തിനിടയിലാണ് ഒരു സ്ത്രീ 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരുവൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ അവൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം കിട്ടി. നോക്കണം, തിടുക്കത്തിൽ പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ യേശു തിരിഞ്ഞ് അവളെ നോക്കി. വേറെ മറ്റിടത്തൊക്കെ പറയുന്നത് യേശു കുറെ സമയമെടുത്തു. യേശു ആരാണ് എന്നെ സ്പർശിച്ചത്? ആരാണ് എന്നെ സ്പർശിച്ചത്? അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. പത്രോസിന്, കർത്താവ് എന്താ ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാർ ചുറ്റുന്ന നിന്നെ തിക്കി തിരക്കുകയാണ്, നിന്റെ ദേഹത്ത് എത്രയോ പേര് തൊട്ടു. യേശുവിന്, അല്ല, ആരോ എന്നെ സ്പർശിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ആത്മാവിൽ ആരോ, എൻ്റെ ശരീരത്തിലുള്ള എൻ്റെ ഉള്ളിലെ എൻ്റെ ആത്മാവിനെ ആരോ തൊട്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞു, ഹൃദയത്തിൽ നിന്നും അധരത്തിലൂടെയല്ല, നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ ആത്മാവ് കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ ആത്മാവ് കൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരവസ്ഥ. ശരീരം കൊണ്ട് അനേകർ തൊട്ട യേശുവിനെ തള്ളി പോവുകയാണ്, തിരക്കി പോവുകയാണ്. പക്ഷെ ആ കൂട്ടത്തിൽ ആത്മാവിൽ നിന്നും ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിൽ ആശ്രയിച്ചത് ഈ ഒരു സ്ത്രീയായിരുന്നു. അവൾക്ക് അന്നേരം തന്നെ സൗഖ്യം കിട്ടി. ഇതൊരു സംഭവമാണ്. യേശു അവിടെ നിന്നും, യേശു പോകുന്നില്ല. കാരണം ജായിറോസ് തിടുക്കം കൂട്ടുകയാണ്, എത്രയും വേഗം വരണം, നീ വേഗം വന്ന് എൻ്റെ മകളെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. യേശു അവിടെ നിൽക്കുകയാണ്. ആരും മിണ്ടുന്നില്ല. കുറേ നേരം കഴിഞ്ഞു. അപ്പോൾ പത്രോസൊക്കെ ഒന്ന് ചോദിച്ചു, എന്താ കർത്താവ് ഇത്, ഇത്രയും ആൾക്കാർ നിന്നെ തൊടുന്നു? അതല്ല, ആരോ എന്നെ സ്പർശിച്ചിരിക്കുന്നു. അവസാനം ലൂക്കായിലും മർക്കോസിലൊക്കെ നമ്മൾ വായിക്കുന്നതിനാണ്, ആ സ്ത്രീ ഭയന്ന് വിറച്ച് താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി യേശു അറിയത്ത്, ഇത്രയും ആൾക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സൗഖ്യം കിട്ടി, ഞാൻ പൊക്കോളാം, ഹൃദയം നന്ദിയൊക്കെ. പക്ഷേ യേശു ഒരു കാര്യം അവിടെ ചെയ്യാൻ, പ്രിയമുള്ളവർ, എങ്ങോട്ടാണ് യേശു പോകുന്നത്? ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുന്ന വീട്ടിലേക്കാണ് യേശു പോകുന്നത്. ആ പോകുന്ന വഴി ആരാണ്? ഈ അപ്പനുണ്ട് കൂടെ. വിശ്വാസത്തിൻ്റെ വലിയൊരു മേഖലയാണ്. അതായത് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നും ദൈവം ആത്മാവായിട്ട് നമ്മളിൽ ജീവിക്കുന്നുവെന്നും ഇന്നും തിരുസഭയിൽ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ ജീവിക്കുന്നുവെന്നും ആ കർത്താവിന് ഇന്നും അധികാരമുണ്ട്, പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ള നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചില സംഭവങ്ങളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും.
എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പലപ്പോഴും പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വലിയ പ്രകാശത്തിലൂടെ കടന്നു പോയിരുന്ന പ്രാർത്ഥിച്ച ഒരു ദൈവം ഒരു അനുഗ്രഹം കൊടുത്തു, സന്തോഷം, നന്ദി പറഞ്ഞു. വേറൊരു പെട്ടെന്ന് പുറകെ അല്ലേ, ഒരു കുടുംബത്തിൽ അനുഗ്രഹം കിട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞിരിക്കുക, പെട്ടെന്ന് പുറകെ ഒരു ക്യാൻസറായിട്ട്, ശരീരത്തിന് ക്യാൻസറാണെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന്. അവർ എന്താ സംഭവിക്കുന്നത്? ഇതിനു മുമ്പ് ദൈവത്തിന് നന്ദി പറഞ്ഞവരാണ്, അവർക്കിപ്പോൾ ക്യാൻസറാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഈ ഒരവസ്ഥ അതിജീവിക്കാൻ മുമ്പിലത്തെ ഒരു ചെറിയ കൃപ ആവശ്യമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ ജായിറോസിൻ്റെ മകള് മരിച്ചു കിടക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ മരിച്ചുപോയവർക്ക് വേണ്ടി കരയാൻ വേണ്ടി, കണ്ണുനീരൊഴുക്കാൻ വേണ്ടി, വെറും ഒച്ച വെച്ച് കരയാൻ വേണ്ടി ആൾക്കാർ കൂടും അവിടെ. ഒരു ചടങ്ങായിരുന്നു, മരിച്ച വീട്ടിൽ വിലാപം ആചരിക്കുക. അപ്പോൾ അതിനുവേണ്ടി കുറേ പേര്, സങ്കടമൊന്നുമില്ല, ചുമ്മാ കരഞ്ഞുകൊണ്ട് ബഹളം വെച്ച് കരയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ അപ്പനും അമ്മയ്ക്കും ഒക്കെ വിശ്വാസം, ഈ കുഞ്ഞ് ജീവിക്കണമെങ്കിൽ ഈ അപ്പനും അമ്മയ്ക്കും യേശുക്രിസ്തുവിന് വിശ്വാസമുണ്ട്. നമ്മളുടെ മേഖലയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഈ അപ്പസ്തോലന്മാർ നമുക്കറിയാം, പ്രത്യേകിച്ചും പത്രോസ്, യാക്കോബ്, യോഹന്നാനും. അപ്പോൾ ഈ രക്തസ്രാവക്കാരി സ്ത്രീയുടെ സാക്ഷ്യം, ഇത് നമ്മുടെ ഇത് പലപ്പോഴും സാക്ഷ്യം വരുന്നത് കൊണ്ടാണ്. പലരും സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞാൽ കൂട്ടായ്മ അനുവദിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ ഒരു സാക്ഷ്യം കേട്ടായിരിക്കും നമ്മുടെ വിശ്വാസം ഉണരാൻ പോകുന്നത്. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു, അവൻ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ അവന് സാധിക്കും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകാൻ വേണ്ടി. അപ്പോൾ ഈ രക്തസ്രാവക്കാരി സ്ത്രീ വന്ന് എല്ലാവരും ഭയങ്കര, അവൾ സവിസ്തര എന്ന് പറഞ്ഞ് അവൾ വളരെ വിഷമത്തായ, കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ ഈ അസുഖം ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ അനേക ഡോക്ടർമാർക്ക് കൊടുത്തു, അവരെല്ലാം എന്നെ ചികിത്സിച്ചു, പക്ഷേ എൻ്റെ രോഗം മൂർച്ഛിച്ചതല്ലാതെ എൻ്റെ പണം മുഴുവൻ, ഞാനിന്ന് ദരിദ്രയായി തീർന്നു, എനിക്ക് ജീവിക്കാൻ പോലും മാർഗമില്ല, എൻ്റെ രോഗം അതികഠിനമായി കൂടിയതല്ലാതെ എനിക്ക് വേറെ രക്ഷയൊന്നുമില്ല. അപ്പോഴാണ് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടത്, നിനക്ക് എല്ലാം സാധ്യമാണെന്ന് എനിക്കറിയാം, ഞാൻ നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, നീ കടന്നു പോകുമ്പോൾ എനിക്ക് ആരോഗ്യം, നടക്കാൻ പോലും പറ്റില്ല, ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വലിഞ്ഞിഴഞ്ഞ് ഒന്ന് നിന്റെ വസ്ത്രത്തിലും തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു. ആ വിശ്വാസം, ഞാൻ വന്ന് തൊട്ടു, നിന്റെ വസ്ത്രത്തിൽ ഞാൻ തൊട്ടു, അപ്പോൾ തന്നെ എനിക്ക് സൗഖ്യം കിട്ടി. ആമേൻ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ജായിറോസിൻ്റെ വിശ്വാസം എത്ര മടങ്ങ് വർദ്ധിക്കുകയാണ്. അതെ, ഇവൻ മതി എൻ്റെ മകൾക്ക് ജീവൻ നൽകാൻ, ഇവന് കഴിയുമെന്നുള്ള ഉറപ്പ് അവൻ്റെ ഉള്ളിലുണ്ടായി. മാത്രമല്ല, പത്രോസും ശിഷ്യന്മാരിൽ ഈ പത്രോസും യാക്കോബും യോഹന്നാനും കർത്താവിനെ ഹൃദയത്തിൽ തൊട്ടറിഞ്ഞവരാണ്. നമുക്കറിയാം, ഈ 12 പേരിൽ ഈ 3 പേരെ എപ്പോഴും 3 പ്രാവശ്യം കർത്താവ് ഈ ജായിറോസിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഈ മുറിക്ക് അവിടെ ചെന്നപ്പോൾ, അവിടെ നമ്മൾ വായിക്കുന്ന പിന്നീട് ഇവിടെ പറയുന്നത്, വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വീട് മുഴുവൻ ആൾക്കാർ വിലാപം ആചരിക്കുന്ന ഒരു കുഴിലൂത്തും ബാൻഡും ബഹളവും ഒക്കെ ആയിട്ട്. അപ്പോൾ യേശു പറഞ്ഞു, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ വൈദ്യന്മാരവരൊക്കെ ഉണ്ട്, അവരെല്ലാം കൂടെ കളിയാക്കി ചോദിച്ചു, ഇവനും ഭ്രാന്ത, ഇവനെന്താ സുബോധമില്ല, ആ കൊച്ചു മരിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ കുഴിലൂത്തുകാരെയൊക്കെ യേശു പുറത്താക്കി എന്ന് വചനം പറയാണ്. കാരണം യേശുവിന് പോലും, ഇന്നലെ നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചാണ്, സമറിയ ഗ്രാമത്തിൽ വന്നപ്പോൾ അവൻ ഇന്നലെ ചിന്തിച്ചു, അവനാ തച്ചൻ്റെ മകനല്ലേ, അവൻ്റെ സ്വന്തം ഗ്രാമത്തിൽ വന്നപ്പോൾ അവനിൽ ഇടറി, അവിടെ ഒന്നും തന്നെ പ്രവർത്തിക്കാൻ അവന് കഴിഞ്ഞില്ല. യേശുവിനുള്ള ദൈവിക പ്രവർത്തിക്കാൻ, യേശുവിനുള്ള വിശ്വാസം, സഭയ്ക്ക് യേശുവിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ് യേശുവിന് നമുക്ക് അധികാരം തരാൻ പറ്റുക. വന്യമൃഗങ്ങളുടെ മേൽ, രോഗാണുക്കളുടെ മേലുള്ള അധികാരം യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ്. ആത്മീയമായിട്ട് ഞാൻ നല്ല ബോധ്യത്തോടെ പറയുകയാണിത്. അപ്പോൾ യേശു ഇന്ന് ഈ സംഭവം നമ്മൾ ചിന്തിക്കണം. ആ വിശ്വാസത്തെ, നമുക്ക് വിശ്വാസമൊന്നുമില്ല, നഷ്ടപ്പെട്ടു പോയി, വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കണം, എൻ്റെ ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ആത്മാവെ, സംഘം 103, എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടെ നൽകിയ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പം നമ്മളെപ്പോഴും പുറകിൽ ദൈവം ചെയ്ത പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ, അവയോർത്ത് എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ വിശ്വാസം നിലനിർത്തണം. ഈ ലോകത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് വിശ്വാസം നിലനിർത്താൻ. കാരണം അത്രമാത്രമാണ് തിന്മയുടെ ശക്തികൾ ലോകത്തിൽ പ്രവർത്തിക്കുക, പ്രിയമുള്ളവരെയും. അപ്പോൾ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആപ്പാടെ ബഹളമാണ്. യേശു കുഴലൂത്തുകാരെല്ലാം പുറത്താക്കി. എന്നിട്ട് ഈ മകള്, ജായിറോസിൻ്റെ മകള് മരിച്ചു കിടന്ന മുറിയിലേക്ക്, അല്ലെ രോഗിയായി കിടന്ന മുറിയിലേക്ക്, മരണാവസ്ഥ കിടന്ന മുറിയിലേക്ക് കർത്താവ് കയറ്റിക്കൊണ്ടുപോയത് കുഞ്ഞിൻ്റെ അപ്പനെയും അമ്മയെയും പിന്നെ അപ്പസ്തോലന്മാർ 12 പേരിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രമാണ്. യേശുവും കൂടെ പോയി.
എന്താ? വിശ്വാസമുള്ള, യേശു പോലും തനിക്ക് ചുറ്റും വിശ്വാസമുള്ള ഒരു സഭയെ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കർത്താവിന് ഇന്ന് പ്രവർത്തിക്കുവാനായിട്ട്. അതെ, കർത്താവ് ഗത്സമേൻ തോട്ടത്തിലേക്ക് പോയപ്പോൾ ഈ പത്രോസിനും യാക്കോബിനും യോഹന്നാനെയും മാത്രം തൻ്റെ കൂടെ ബാക്കിയുള്ളവരെ ആ തോട്ടത്തിൻ്റെ വാതിക്കൽ ഇരുത്തിയിട്ടാണ് പോയത്. പ്രിയമുള്ളവരെ, അതെ, താബോർ മലയിൽ രൂപാന്തരപ്പെട്ടപ്പോഴും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടാണ് പോയത്. വിശ്വാസത്തിൻ്റെ മേഖലയാണ്. ഞാനും നിങ്ങളും കർത്താവിനോട് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവനിലുള്ള വിശ്വാസമുണ്ടോ, ബോധ്യമുണ്ടോ? ഇവിടെയും ഈ മുറിയിലേക്ക് കയറിയപ്പോൾ പത്രോസിനും യാക്കോബിനും യോഹന്നാനെയും മാത്രം. കാരണം എന്താ? യേശുവിന് പോലും ഇന്ന് സഭയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഈ വിശ്വാസം ആവശ്യമാണ്. അവനിന്ന് സാധ്യമാണ്. അവന് അധികാരമുണ്ട്. അവൻ്റെ ആത്മാവ് ഇന്നും പ്രവർത്തിക്കും. അവൻ വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നവനാണ്. അവന് ആത്മീയമായി ഉദ്ധാരണം ചെയ്ത കർത്താവിന് അധികാരമുള്ള ശക്തിയോടെ ഇന്ന് പ്രവർത്തിക്കുന്നു. എല്ലാം സാധ്യമാണ് എന്ന് പറയാൻ വിശ്വാസം ആവശ്യമാണ്. ആ മുറിക്കകത്ത് കയറിയിട്ട് വിശ്വാസമുള്ളവരെ തൻ്റെ ചുറ്റും നിർത്തിയിട്ട് യേശു ആ കുഞ്ഞിൻ്റെ മേൽ നോക്കിയുണ്ട്. തലീത്താകും ബാലികേ, നീ എഴുന്നേക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൾ കണ്ണു തിരുമ്മി എഴുന്നേറ്റു. ദൈവപുത്രനെ ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ വിശ്വാസം ആവശ്യമാണ്. ഞാൻ ഭൂമിയിൽ വരുമ്പോൾ, രണ്ടാമത് വാനമേഘങ്ങൾ എഴുന്നള്ളി വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഒരു ചോദ്യം നമുക്ക് ഇട്ടുതന്നിട്ടാണ് ഈശോ പോയിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. വിശ്വാസമുണ്ടോ? സഭ വിശ്വാസമുണ്ടോ? ക്രിസ്ത്യാനി വിശ്വാസമുണ്ട്? കത്തോലിക്ക വിശ്വാസമുണ്ട്? യേശു നമ്മളിലേക്ക് നോക്കുക. നമ്മുടെ ഉള്ളിൽ, പ്രിയമുള്ളവരെ, എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവം നമ്മുടെ വിശ്വാസത്തെ ഉത്തേജിപ്പിക്കണം. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ആ അഭിഷേകത്തെ, പരിശുദ്ധാത്മ മാമോദീസായുടെ കിട്ടിയ അഭിഷേകത്തെ നീ ഉജ്ജ്വലിപ്പിക്കണം നമ്മുടെ ഉള്ളിൽ. ഈശോയ്ക്ക് പോലും പ്രവർത്തിക്കുവാൻ, തിരുസഭയിൽ നിന്ന് പ്രവർത്തിക്കുവാൻ വിശ്വാസമുള്ളൊരു സമൂഹത്തെയാണ് ആവശ്യം. ചോദിക്കാം, ദിവ്യകാരുണ്യമേ, ഇന്ന് ഭൂമിയിൽ കുർബാനയായി കുദാശയായി ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ജീസസ്, വി ട്രസ്റ്റ് ഇൻ യു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ജീവിക്കുന്നവനായ, ഉത്ഥാനം ചെയ്തവനായ, മരിച്ചുയർത്ത എല്ലാ അധികാരത്തോടെ സഭയെ നയിക്കുന്നവനായ ഒരു വ്യക്തിയായി, അദൃശ്യനായ സഭയെ നയിക്കുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.